ഇനി നേരെ പാലക്കാട്ടേക്ക് പോവുകയാണ്. പാലക്കാട് മണ്ണാർക്കാട് മേഖലയിലും ശക്തമായ മഴയുണ്ട്. അലനല്ലൂർ കണ്ണംകുണ്ട് പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. കുമരംപുത്തൂർ ചീങ്ങിലേരി സ്കൂളിന് സമീപം റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. സലാം മുഹമ്മദ് ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സലാം, പാലക്കാടും ശക്തമായ മഴ തന്നെയാണല്ലേ? അതേപോലെ പാലക്കാട് മണ്ണാർക്കാട് മേഖലയിലാണ് ഏറ്റവും ശക്തമായി മഴ പെയ്തത്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ നെല്ലിയാമ്പതി ഉൾപ്പെടെയുള്ള മേഖലയിലും അതിശക്തമായ മഴ ഇന്ന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഴക്കെടുതികളുമുണ്ട്. മണ്ണാർക്കാട് അലനല്ലൂർ കണ്ണംകുണ്ട് പാലമാണ് വെള്ളം കയറിയത്. ആ ദൃശ്യങ്ങൾ കൃത്യമായി കാണാം. പാലം മുഴുവനായി വെള്ളം കയറിയ സ്ഥിതിയിലാണ്. അതോടൊപ്പം തന്നെ അതിലൂടെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെയുള്ള കുമരംപുത്തൂർ ചങ്ങലേരി സ്കൂളിന് സമീപത്ത് റോഡിൽ വലിയൊരു വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. അതിലൂടെ യാത്രക്കാർക്ക് പോകാനും വലിയ ബുദ്ധിമുട്ടുണ്ട്. ഈ രീതിയിൽ മഴ തുടർന്നാൽ കൂടുതൽ മഴക്കെടുതികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് കാലാവസ്ഥാ കേന്ദ്രവും അതോടൊപ്പം ജില്ലാ ഭരണകൂടവും ഒരു ജാഗ്രതാ മുന്നറിയിപ്പും ജില്ലയിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ജില്ലയിൽ 4 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. മഴയെ തുടർന്നാണ് മലമ്പുഴ ഒരു വില്ലേജ് 1 അയ്യപ്പംപൊറ്റ സാംസ്കാരിക നിലയത്തിലാണ് ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നിലവിൽ പറത്താത്തി ഉന്നതിയിലെ 4 പട്ടികവർഗ കുടുംബങ്ങളാണ് ഈ ക്യാമ്പിലേക്ക് മാറ്റിയുള്ളത്. ക്യാമ്പിലാകെ 13 പേരാണുള്ളത്. ഇതിൽ 5 പുരുഷന്മാരും 3 സ്ത്രീകളുമാണ്. 5 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ഏതായാലും ആ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നൊരുക്കങ്ങളും ഒക്കെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. അങ്ങനെ ശക്തമായ മഴ തന്നെയാണ് പാലക്കാട് ജില്ലയിലുമുള്ളത്. സലാം, ഒപ്പം തന്നെ മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ റോഡ് ഇടിഞ്ഞു വീണു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. 55-ാം മൈൽ ഭീമനാട് റോഡിൽ ചേപ്പിലായി ഭാഗത്താണ് റോഡ് ഇടിഞ്ഞു വീണിട്ടുള്ളത് അല്ലേ? എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? അതെ, ആ പ്രദേശത്താണ് ഇന്ന് രാവിലെ മുതൽ തന്നെ കനത്ത മഴ പെയ്യുന്നത്. അവിടെയാണ് റോഡിന്റെ പകുതി ഭാഗം, റോഡിന്റെ ഏതാണ്ട് പകുതി ഭാഗം പൂർണ്ണമായും തൊട്ടടുത്ത് തന്നെയുള്ള പാടത്തേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. റോഡിലൂടെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. ഇതിലൂടെ നാട്ടുകാർക്ക് പോലും നടക്കാനാകാത്ത സ്ഥിതിയാണെന്നുള്ളതാണ് അവിടെയുള്ള വിവരം. തച്ചനാട്ടുകര സമഗ്ര ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിടൽ കഴിഞ്ഞതിനു ശേഷം റോഡിന് ടാറിങ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതോടുകൂടിയാണ് ഇപ്പോൾ വലിയൊരു ദുരന്തം അല്ലെങ്കിൽ ആ നാട്ടുകാർക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഈ കനത്ത മഴയോടുകൂടി ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അത് സലാം, ഒരു നിമിഷം. ഇപ്പോൾ ഇതിലൊരു പ്രതികരണം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലേക്ക് പോയിട്ട് സലാമിലേക്ക് വരാം. കഴിഞ്ഞ മഴക്കാലത്ത് തന്നെ റോഡിൽ അവിടെയൊക്കെ മുൻപിട്ട് പോലെ അധികാരികളെ അറിയിച്ചതാണ്. പിന്നെ അതിന് ശേഷമാണ് ഇവിടെ ഈ പൈപ്പും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഒന്നും കൂടി അപകടം കൂടി. ഇന്ന് രാവിലെ PWD-കാരെയൊക്കെ കൊടുന്ന് കാണിച്ചു കൊടുത്തതാണ്. പോലെ അന്വേഷിക്കുന്ന ശരിയാക്കാനൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇതുപോലെ പോലെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. സലാം, എന്തായാലും റോഡിന്റെ പകുതി ഭാഗം പാടത്തേക്ക് വീണു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയും സംസ്ഥാനപാതയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് കട്ടാണ് ഈ റോഡ്. ഇപ്പോൾ തകർന്നു വീണിട്ടുള്ള ആ റോഡ്. അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന ഒരു പാത കൂടിയാണ്. അതിന് കുറെ കൂടി ഗൗരവത്തിൽ തന്നെ PWD വകുപ്പ് അത് കാണേണ്ടതായിരുന്നു. എന്നാൽ ആ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ഇങ്ങനെ മഴ പെയ്താൽ ഇടിയാനുള്ളൊരു സാധ്യത മുൻകൂട്ടി നാട്ടുകാർ അറിയിച്ചിട്ടുണ്ടെങ്കിലും യാതൊരുതര ഇടപെടലും അവരുടെ ഭാഗത്തുണ്ടായില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഏതായാലും ആ പ്രദേശത്തെ ആളുകൾക്ക് സഞ്ചരിക്കാനാകാത്ത വിധം വലിയ തരത്തിൽ തന്നെ ആ റോഡ് ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ശരി.